രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ വന്ദേമാതരം എന്ന മുദ്രാവാക്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖമുദ്രയാക്കിയതും സമ്മേളനങ്ങളിൽ അത് ആലപിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചതും കോൺഗ്രസ് ആണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അപമാനിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തുന്നില്ലെന്നും നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗാനത്തിലെ പ്രധാന ഭാഗങ്ങൾ നീക്കം ചെയ്തെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണം വസ്തുതാപരമല്ലെന്നും ഖാർഗെ പറഞ്ഞു. ദേശീയ പരിപാടികളിൽ വന്ദേമാതരം ഗാനത്തിലെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമേ ആലപിക്കാവൂ എന്ന ശുപാർശ ചെയ്യുന്ന തീരുമാനമെടുത്ത പ്രവർത്തക സമിതിയിൽ നെഹ്റുവിനൊപ്പം മഹാത്മാഗാന്ധി, മൗലാന അബ്ദുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ തുടങ്ങിയ പ്രമുഖ അംഗങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ നെഹ്റുവിനെ മാത്രം ലക്ഷ്യമിടുന്നത് ശരിയല്ലെന്നും നെഹ്റുവിന്റെ പ്രതിച്ഛായയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അസാധ്യമാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. കൂടാതെ വരാനിരിക്കുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ വന്ദേമാതരം ചർച്ച സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. 1921 മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ കോൺഗ്രസിലെ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്ദേമാതരം ആലപിച്ച് ജയിലിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് ഭരണകക്ഷിയിലുള്ളവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു.